ഓക്കെ, ആൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ഫസ്റ്റ് കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഒരു ടൈം വേരിയിങ് കറണ്ട് ആണ്. അതായത് ടൈമിനനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ടിനെയാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ടൈമിനനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്യാത്ത ഒരു സ്റ്റേബിൾ കറണ്ടിനെയാണ് ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഡാമിൽ നിന്ന് നമുക്ക് കിട്ടി, ഇന്ന് ഈ ലാപ്ടോപ്പും അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണും നിങ്ങളുടെ ലാപ്ടോപ്പും നിങ്ങളുടെ റൂമിലുള്ള ഫാനും ലൈറ്റും ഒക്കെ വർക്ക് ചെയ്യാൻ കാരണം ഡാമിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന AC കറണ്ട് ആണ്. എന്നാൽ നിങ്ങളുടെ ഫോൺ വർക്ക് ചെയ്യുന്നതും ഇനി നിങ്ങൾ കറണ്ട് കുത്തി അല്ലാതെ നിങ്ങളുടെ ബാറ്ററിയിലൂടെ നിങ്ങളുടെ ലാപ്പ് വർക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ വാച്ച് വർക്ക് ചെയ്യുന്നതും എല്ലാം ഡയറക്റ്റ് കറണ്ടിന്റെ സഹായത്തോടു കൂടിയായിരിക്കും. ഓക്കെ ആണല്ലോ. ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുമ്പോൾ ഫ്ലക്ച്വേഷൻ ഇല്ല, ഒറ്റ സ്റ്റേബിൾ EMF ആയിരിക്കും നമുക്ക് തരുന്നത്. ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുമ്പോൾ വേരിയിങ് EMF ആയിരിക്കും. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് ഡയറക്റ്റ് കറണ്ടിനെ പറ്റി സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ യൂണി ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി വലിയതായിട്ടൊന്നും പഠിക്കാനില്ല. അതുകൊണ്ട് ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പഠിക്കാനുള്ളതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതൊരു ചാപ്റ്റർ ആയിട്ടുള്ളത്. കാരണം ഇതിന്റെ ഒത്തിരി കൺസെപ്റ്റുകളുണ്ട്. നമ്മൾ ഈ ഡാമിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ആൾട്ടർനേറ്റിംഗ് കറണ്ട് വെച്ചിട്ടല്ല നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. നമ്മൾ AC ജനറേറ്റർ, അതായത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേറ്റ് ചെയ്യുന്ന AC ജനറേറ്റർ ഉണ്ടല്ലോ, ആ AC ജനറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, നമുക്കറിയാം നമ്മുടെ സ്കൂളുകളിലും അല്ലെങ്കിൽ കോളേജുകളിലും ഒക്കെ ഒരു പ്രോഗ്രാം, ആനിവേഴ്സറി പോലെയുള്ള പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ നമ്മുടെ KSEBയുടെ ലൈനിൽ കണക്ട് അല്ലെങ്കിൽ ലൈനിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ആ പ്രോഗ്രാം നടത്തത്തില്ല. കാരണം എപ്പോഴാണ് നിന്ന് പോകുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എപ്പോഴാണ് അവർ സപ്ലൈ ഓഫ് ആക്കുന്നത്, ഇല ഓൺ ആക്കുന്നത്, അവരുടെ പണി അനുസരിച്ച് അവർ ഓഫ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് എല്ലാ പ്രോഗ്രാമുകളും, മെയിൻ പ്രോഗ്രാമുകളൊക്കെ നടത്തുന്നത് AC ജനറേറ്റർ. നിങ്ങൾ കണ്ട് ശ്രദ്ധിച്ചു കാണും, വലിയൊരു വണ്ടി നിങ്ങളുടെ സ്കൂളിന്റെ വെളിയിലൊക്കെ കൊണ്ടിട്ടിട്ടായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ആൾട്ടർനേറ്റിംഗ് കറണ്ട്, അതായത് അതിൽ നിന്ന് AC ജനറേറ്ററിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾട്ടർനേറ്റിംഗ് കറണ്ട് വെച്ചിട്ടാണ് ഇതിന്റെ എല്ലാ എക്സ്പ്ലനേഷനും ചെയ്യുന്നതെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ AC ജനറേറ്ററിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. AC ജനറേറ്റർ, അതിനകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയ്ക്ക് ഒരു അർമേച്ചർ കോയിൽ ഉണ്ട്. ആ അർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ആ കോയിലിനകത്ത് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ആ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള AC കറണ്ടിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ AC അങ്ങോട്ട് എഴുതിയിട്ട്, AC എന്ന് എഴുതിയിട്ട് ഹൈഫൻ ഇട്ടിട്ട് എഴുതേണ്ടത് current that vary with time. current that vary with time. varies with time മതി, varies with time. ഇനി DC അങ്ങോട്ട് എഴുതിയിട്ട് current that does not varies with time. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച സമയത്ത് AC ജനറേറ്ററിനകത്ത് എങ്ങനെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്, AC കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരു സൈഡിൽ ഒരു മാഗ്നറ്റ് ഉണ്ട്, ഒരു സൈഡിൽ ഒരു മാഗ്നറ്റ് ഉണ്ട്, അത് നോർത്ത് പോള്, ഇപ്പുറത്തെ സൈഡിൽ എന്താ, ഇപ്പുറത്തെ സൈഡിൽ സൗത്ത് പോളാണ്, ഇപ്പുറത്തെ സൈഡിൽ സൗത്ത് പോളാണ്. അപ്പം അതിനിടയ്ക്ക് ഒരു കോയിലുണ്ട്. ആ കോയിലിന്റെ ഇനിഷ്യൽ കണ്ടീഷനിൽ കോയിൽ എപ്പോഴും ആ മാഗ്നറ്റിക് ഫീൽഡിനെ അലൈൻ ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇങ്ങനെയായിരിക്കും ആ കോയിൽ ഇരിക്കുന്നത്, അല്ലേ? ഇങ്ങനെയായിരിക്കും ആ കോയിൽ ഇരിക്കുന്നത്. നോക്കിക്കോണം, ഇങ്ങനെയായിരിക്കും. ഇതൊന്നും വരയ്ക്കേണ്ട കേട്ടോ, ഒന്ന് മനസ്സിലാൻ വേണ്ടി പറഞ്ഞാൽ, അത് എഴുതുന്ന കാര്യം മാത്രം അങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പം ഇങ്ങനെയായിരിക്കും ആ കോയിൽ ഇരിക്കുന്നത്, അല്ലേ? ഇങ്ങനെയായിരിക്കും ആ കോയിൽ ഇരിക്കുന്നത്. ഓക്കെ, ഈ കോയിൽ ഇപ്പം ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം കോയില് ഇപ്പം എന്ത് ചെയ്യുന്നില്ല, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ കോയിൽ ഇങ്ങനെ വന്നാലോ, അതായത് 90 ഡിഗ്രി റൊട്ടേറ്റ്, നോർത്ത് പോള്, അതേപോലെ തന്നെ ഇത് സൗത്ത് പോൾ. അപ്പൊ ഇപ്പൊ കോയിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് കോയിൽ ഇങ്ങനെ ഫ്ലാറ്റ് ആയി. അപ്പം അതിനർത്ഥം എന്തുവാ, അതായത് ഇവിടെ ഒന്ന് 90 ഡിഗ്രി ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു, അപ്പൊ അവിടെ ഫ്ലക്സ് ചേഞ്ച് ചെയ്തപ്പോൾ അവിടെ EMF ഉണ്ടാവും. വീണ്ടും ഇവിടെ നിന്ന് ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ടോട്ടലി 180 ഡിഗ്രി ആണ്. അപ്പൊ വീണ്ടും ആ കോയിൽ വീണ്ടും ഇങ്ങനെയായിട്ട് മാറി. ഓക്കെ, അപ്പൊ ഇതിപ്പം 0 ഡിഗ്രിയിലാണ്, ഇത് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു, ഇത് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. വീണ്ടും ഇവിടെ നിന്ന് ഒരു 90 ഡിഗ്രി ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഈ അർമേച്ചർ കോയിൽ എന്തായിട്ട് മാറും, ഫ്ലാറ്റ് ആയിട്ട് മാറും. ഇതിനിടെ അപ്പുറത്ത് മാഗ്നറ്റ് ഉണ്ട്, ഇതിപ്പോ 270 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അതേപോലെ വീണ്ടും ഇവിടെ നിന്ന് ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും പഴയ പൊസിഷനിൽ തന്നെ വരുന്നു. ഏതാ, കണ്ടോ, ഇങ്ങനെ. ഇത് 360 ഡിഗ്രി മൊത്തം റൊട്ടേഷൻ നടന്നു. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ എല്ലാം നോർത്ത് പോൾ സൗത്ത് പോൾ മാഗ്നറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം എന്തുണ്ട്, മാഗ്നറ്റ് ഉണ്ട്.
ഇവിടെ മാഗ്നറ്റ് ഉണ്ട്. മാഗ്നറ്റ് ഉള്ള കാര്യം ഓർത്ത് വെച്ചോണം. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനെ ഒബ്ജക്റ്റ് ചെയ്യുന്നു, ഇങ്ങനെ വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനെ കടത്തി വിടുന്നു, ഇങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഒബ്ജക്റ്റ് ചെയ്യുന്നു, ഇങ്ങനെ ഇരിക്കുമ്പോൾ കടത്തി വിടുന്നു, ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒബ്ജക്റ്റ് ചെയ്യുന്നു, കടത്തി. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉറപ്പായിട്ടും EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ ഇക്വേഷൻ E=E0 sin ഒമേഗ ടി ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. ഓക്കെ ആണല്ലോ. ഇതൊന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ പോയി അത് നോക്കിയാലേ പറ്റത്തുള്ളൂ. ഞാൻ ഇപ്പൊ ഇത് പറയേണ്ട ആവശ്യമില്ല. പല ആൾക്കാരും ആ ലാസ്റ്റ് ക്ലാസ്സിൽ കയറാത്തവർ ഈ ക്ലാസ്സിൽ ഇപ്പൊ ഇരിപ്പുണ്ട്. അവർക്ക് വേണ്ടിയും കൂടാണ് ഇത് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്റെ പരിപാടി ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി കയറുക. ഓക്കെ ആണല്ലോ. അവിടെ പോയത് കാണുക, കണ്ടിട്ട് അടുത്ത ക്ലാസ്സിൽ കയറുക. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് EMFന്റെ ഇക്വേഷൻ, അതായത് ഇങ്ങനെ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 0 ആണ്, ഇവിടെ EMF 0 ആയിരിക്കും. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫ്ലക്സ് നന്നായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് EMF മാക്സിമം ആവും. വീണ്ടും EMF 0 ആവും, വീണ്ടും EMF മാക്സിമം ആവും, വീണ്ടും EMF 0 ആവും. മനസ്സിലായോ? ഇങ്ങനെയാണ് ഇത് പോകുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അങ്ങനെ പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന EMF ആണ് E=E0 sin ഒമേഗ ടി. അപ്പം E0 sin ഒമേഗ ടിയിലെ E0 ആണ് മാക്സിമം വാല്യൂ ഓഫ് EMF. അതായത് ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ് പോകുന്നത്. ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ 0യിൽ ഗ്രാഫ് ഇവിടെ ആയിരിക്കും, 90 ഡിഗ്രി വരുമ്പോൾ ഇവിടെ വരും, 180 വരുമ്പോൾ വീണ്ടും 0 വരും, 270 വരുമ്പോൾ തന്നെ ഇവിടെ വരും, 360 വരുമ്പോൾ ഇവിടെ വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് E0യും ഇത് നെഗറ്റീവ് E0. ഇത് രണ്ടും EMFന്റെ മാക്സിമം വാല്യൂസ്. അപ്പൊ അതാണ് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കി ഈ ഇൻസ്റ്റന്റിൽ എവിടെയുള്ള EMFനെ കണ്ടുപിടിക്കാനാണെങ്കിലും എവിടെ ഇപ്പം നമുക്കറിയാം, ഇപ്പൊ ഇങ്ങനെ ഒരു കോയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുവാണ്. അത് ഒരു 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് വരും? കണ്ട് ഇവിടുന്ന് ഒരു 30 ഡിഗ്രി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ ഡയറക്ഷനിലായിരിക്കും വരുന്നത്. കണ്ടോ, 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഒരു EMF ഉണ്ടാവും. മനസ്സിലായോ? അത് ചിലപ്പോൾ തന്നെ ഇവിടെ ആയിരിക്കും. ആ EMFന്റെ വാല്യൂ ഇതായിരിക്കും. മനസ്സിലായോ? അപ്പം നിങ്ങൾ ഇതൊക്കെ പറയുന്നതിന് കാരണം ഇത് കഴിഞ്ഞ ഇതിനകത്ത് കയറാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ഇതൊന്നും പറയണമെന്നില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ, ഒരു ആൾട്ടർനേറ്റ് AC ജനറേറ്ററിൽ നിന്ന് ഉണ്ടാകുന്ന EMFന്റെ ഇക്വേഷൻ E=E0 sin ഒമേഗ ടി ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി ആദ്യം. ഓക്കെ, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഈ ACനെ നമ്മൾ ആദ്യം ഒരു റെസിസ്റ്ററിനകത്തൂടെ കടത്തിവിടും. ഓക്കെ, എന്നിട്ട് അതിന്റെ ഈ EMF നമ്മളാ കൊടുക്കുന്നത്. നമുക്ക് അറിയാലോ, നമ്മുടെ AC ജനറേറ്ററിന്റെ EMF E0 sin ഒമേഗ ടി ആണെന്നറിയാം. ആ EMF ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കും. ആ കറണ്ടും EMFും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കും. ആ റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു ടേബിൾ വരച്ചിട്ട് ഗ്രാഫിക്കലി അത് റെപ്രസെന്റ് ചെയ്യും. പിന്നെ ഫേസർ ഡയഗ്രാം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ആ ഫേസർ ഡയഗ്രാം വരയ്ക്കും. പിന്നെ ഈ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ EMF കൊടുത്തു കഴിഞ്ഞാൽ ഈ റെസിസ്റ്റീവ് സർക്യൂട്ടിന്റെ പവർ എന്താവുന്നുള്ള കണ്ടുപിടിക്കും. ഓക്കെ ആണല്ലോ. ഇത് തന്നെ അടുത്തത് ഇൻഡക്ടറിനകത്ത്, ഇതൊരു ഇൻഡക്ടറാണ്. ഈ ഇൻഡക്ടറിനകത്തൂടെ E=E0 sin ഇതൊന്നും എഴുതരുതേ. E=E0 sin ഒമേഗ ടി എന്ന് പറയുന്ന ഒരു കറണ്ട് EMF കടത്തിവിടുന്നു. അപ്പൊ അവിടെ ഉണ്ടാകുന്ന I കണ്ടുപിടിക്കും. ഈ Iയും Eയും തമ്മിലുള്ള റിലേഷൻ ആദ്യം നമ്മൾ ഒരു ടേബിൾ വരച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് അത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യും. അവിടെയും ഫേസർ ഡയഗ്രാം വരയ്ക്കും. അവിടെയും പവർ കണ്ടുപിടിക്കും. അതായത് ഈ EMF ഇതിലൂടെ കടത്തി വിടുമ്പോൾ ഇതിന്റെ പവർ എന്താണ്. ഓക്കെ, അപ്പം ഇത് പഠിച്ചു കഴിഞ്ഞാൽ അതേ പാറ്റേൺ തന്നെ ആയിരിക്കും ഇതിനും. അടുത്തത് നമ്മളൊരു കപ്പാസിറ്റർ എടുത്തിട്ട് ആ കപ്പാസിറ്ററിനകത്തൂടെ E=E0 sin ഒമേഗ ടി, അതായത് കപ്പാസിറ്ററിനെ നമ്മൾ ഒരു AC ജനറേറ്ററുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ആ AC ജനറേറ്ററിന്റെ EMF ഇതാണ്. അത് ഇതിനകത്തൂടെ കടത്തി വിടുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന I കണ്ടുപിടിക്കും. ആ Iയും Eയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കും. അത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യും. അതിന്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കും. എന്നിട്ട് അതിന്റെ പവറും കൂടെ കണ്ടുപിടിക്കും. ഓക്കെ, ഇനി നാലാമത്തെ ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ മൂന്നുപേരെ ഒരുമിച്ച് കണക്ട് ചെയ്യും. അതായത് നമ്മൾ റെസിസ്റ്ററിനെയും അതേപോലെ തന്നെ ഇൻഡക്ടറിനെയും അതേപോലെ തന്നെ കപ്പാസിറ്ററിനെയും ഒരുമിച്ച് കണക്ട് ചെയ്തിട്ട് അതിലൂടെ നമ്മളൊരു AC, അതായത് E=E0 sin ഒമേഗ ടി കടത്തിവിടും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കൺസെപ്റ്റുകൾ എന്താണെന്നുള്ളതും ഇവിടെ പിന്നെ ഈ മൂന്നെണ്ണം പഠിക്കാൻ എളുപ്പമാണ്. പക്ഷെ LCR പഠിക്കാൻ ഭയങ്കര പാടാണ്. പലരും ബൈഹാർട്ട് ചെയ്യുന്ന ഒരു പ്രതീതിയാണ് ഞാൻ കാണുന്നത്. കാരണം പലരും അത് ബൈഹാർട്ട് ചെയ്യാണ്. അപ്പം അത് ബൈഹാർട്ട് ചെയ്യാതെ നമുക്കത് എങ്ങനെ പഠിച്ചു? ബൈഹാർട്ട് ചെയ്താലുണ്ടല്ലോ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിനകത്തുനിന്ന് ഒരു 3 മാർക്കിന്റെ ചോദ്യം ഒന്നെങ്കിൽ LCRന്റെ ഡെറിവേഷൻ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ LCRന്റെ ന്യൂമറിക്കൽ ആയിരിക്കും ചോദിക്കുന്നത്. ഡെറിവേഷൻ ചോദിച്ചാൽ നിങ്ങളുടെ ഭാഗ്യം, നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കുന്നു നിങ്ങൾക്ക് എഴുതാം. ന്യൂമറിക്കൽ ചോദിച്ചാൽ ആ 3 മാർക്ക് നിങ്ങളുടെ നഷ്ടപ്പെടും, 100% ഉറപ്പ്. നിങ്ങൾ മനസ്സിലാക്കാതെയാണ് LCR സർക്യൂട്ട് പഠിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ന്യൂമറിക്കൽ പോക്കാണെന്ന് ഇന്നേ നിങ്ങൾ വേണേൽ ഡയറിയിൽ എഴുതി വെച്ചോ, പോക്കാണ്. കാരണം അത് ചെയ്യാൻ പറ്റത്തില്ല 100%, നിങ്ങൾ കാണാതെ പഠിച്ചെങ്കിൽ.
അപ്പൊ നമുക്ക് അത് എങ്ങനെ മനസ്സിലാക്കി ഒരു ലോജിക്കൽ ഒരു കൺസെപ്റ്റ് ഒക്കെ കൊടുത്ത് എങ്ങനെ പഠിക്കാം എന്നുള്ളതൊന്ന് നമുക്കൊന്ന് നോക്കണം. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇത് ടീച്ചർമാർ പഠിപ്പിക്കുമ്പോൾ പോലും ഒരു ഉഴപ്പി പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അതിപ്പം ഏത് ടീച്ചർ ആണെങ്കിലും, കാരണം അവർക്ക് ഈ യഥാർത്ഥമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് അവർക്കറിയാമായിരിക്കും, അത് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യം പലരും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് എന്നോട് പല ടീച്ചർമാരും ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ LCR ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അത് പഠിക്കണം. അത് പഠിക്കാനൊരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ള. ഇത് മൂന്നും നന്നായിട്ട് മനസ്സിലാക്കുക എന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ താനെ വന്ന് കയറിക്കോളും. ഇനി ഇത് മൂന്നെണ്ണം മനസ്സിലാക്കണമെങ്കിലോ, ഇത് മൂന്നെണ്ണം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം AC ജനറേറ്റർ പോയിരുന്ന് പഠിക്കണം. ഓക്കെ, AC ജനറേറ്റർ പോയിരുന്ന് വ്യക്തമായിട്ട് പഠിച്ചാൽ ഇത് മൂന്നെണ്ണം മനസ്സിലാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ LCR സർക്യൂട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതെല്ലാം ഒരു കോംബോ ആയിട്ടാണ് കിട്ടുന്നത്. ഒന്ന് പഠിച്ചില്ലെങ്കിൽ ബാക്കി ഒന്നും കിട്ടത്തില്ല, ഒന്ന് പഠിച്ചാൽ എല്ലാം കിട്ടും. അതുകൊണ്ട് ആ മിസ്സായ ക്ലാസ്സുകളൊക്കെ പോയി എന്ത് ചെയ്യുക, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലേക്ക് പോയി പഠിച്ചിട്ട് വരിക. ന്യൂമറിക്കൽ ഈ ചാപ്റ്ററിൽ നിന്ന് ന്യൂമറിക്കൽ ചോദിക്കുമ്പോൾ ആ ഇൻഡക്ഷനിലൂടെ ചേർത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഇതിനകത്ത് സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് ഡെറിവേഷൻസ് ഒക്കെ വളരെ സിമ്പിൾ ആക്കി ഞാൻ തരാം. അപ്പൊ ആദ്യം നമ്മുടെ ഫസ്റ്റ് ഡെറിവേഷൻ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാം. ഇനി മുതൽ എഴുതിക്കോ, AC ത്രൂ റെസിസ്റ്റർ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെറിവേഷൻ. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ വേണമെങ്കിൽ ഇംഗ്ലീഷിന് എസ് എഴുതുന്ന പോലെ കൺസിഡർ എ റെസിസ്റ്റർ വിച്ച് ഈസ് കണക്റ്റഡ് എന്താണ്, അല്ലെങ്കിൽ AC source is connected across the resistor, let E is equal to E is the EMF and E is equal to E0 kinetic എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എഴുതാം. ഞാൻ അങ്ങനെ ഒന്നും എഴുതുന്നില്ല. അത് നിങ്ങൾ എഴുതിയാൽ എഴുതാം, എഴുതിയില്ലെങ്കിലും അവിടെ ഒന്നും നടക്കാനില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് എഴുതുന്നില്ല, നോക്കിക്കോളൂ. നമ്മൾ ഒരു റെസിസ്റ്റർ കൺസിഡർ ചെയ്യാണ്. ആ റെസിസ്റ്ററിന്റെ ഒരറ്റത്ത് ഇതാണ് നമ്മുടെ AC സോഴ്സ്, അതായത് നമ്മുടെ AC ജനറേറ്ററിന്റെ ആ ഔട്ടാന്ന് കരുതിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പ്ലഗ് ആണെന്ന് കരുതിയാൽ മതി. ഇതിൽ നിന്ന് ഒരു ഫേസ് ഇങ്ങോട്ടും ഒരു ന്യൂട്രൽ ഇങ്ങോട്ടും കൊടുക്കുകയാണ് കണക്ഷൻ. ഓക്കെ ആണല്ലോ. അപ്പം നമുക്കറിയാം, നമ്മൾ കൊടുക്കുന്ന ഈ AC സോഴ്സിന്റെ EMF എന്ന് പറഞ്ഞാൽ E is equal to E0 sin omega t ആണ്. ഓക്കെ, അപ്പൊ E0 sin omega t എങ്ങനെയൊക്കെ ആവുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ആ ജനറേറ്ററിനകത്ത് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പം ഇത് റെസിസ്റ്റർ R ആണ്. അപ്പൊ ഈ റെസിസ്റ്ററിനകത്തൂടെ ഈ കടത്തി വിടുമ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് ആണ്. ആ കറണ്ട് കണ്ടുപിടിച്ചിട്ട് ആ കറണ്ടും ഇപ്പൊ നമ്മൾ കടത്തിവിട്ട EMFും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുണ്ടെങ്കിൽ അത് എങ്ങനെ ബന്ധിച്ചിരിക്കുന്നു, അവരെ എങ്ങനെ കണക്ട് ചെയ്യാം, എങ്ങനെ അവരെ കണക്ട് ചെയ്ത് ഗ്രാഫ് വരയ്ക്കാം, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ ആണല്ലോ. അപ്പം നിങ്ങൾ ഏത് ഒരു ഇലക്ട്രോണിക് ഡിവൈസിനകത്തൂടെ AC കടത്തി വിടുവാണെങ്കിലും അവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇത് വരച്ചിട്ട് ബൈ ഓംസ് ലോ നമുക്കറിയാവുന്ന ഒരു കാര്യം, I is equal to V by R ആണല്ലോ. ഇവിടെ V അല്ലല്ലോ ഉണ്ടാകുന്നത്, പൊട്ടൻഷ്യലിന് പകരം ഇവിടെ സ്പെസിഫിക്കലി EMF ആണ് ഉണ്ടാകുന്നത്. അപ്പം ഹിയർ നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം, ഹിയർ V എന്ന് പറഞ്ഞാൽ നമുക്ക് E എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ I is equal to എന്താവും, E divided by R ആവും. ആണല്ലോ. ഇയുടെ വാല്യൂ നമുക്കറിയാം E0 sin omega t ആണ്. അതുകൊണ്ട് ഞാൻ ഇക്ക് പകരം അത് കൊടുക്കുന്നു. I is equal to E0 sin omega t എന്ന് കൊടുക്കുന്നു, divided by R. നമുക്കറിയാം I is equal to E by R ആണ്. ഞാൻ പറഞ്ഞു E0 എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു AC ഗ്രാഫ് വരയ്ക്കുമ്പോൾ കണ്ടോ, ഈ ഭാഗത്തും ഈ ഭാഗത്തുമുള്ള EMFന്റെ വാല്യൂ ആണ് E0, അതായത് മാക്സിമം വാല്യൂ ഓഫ് EMFന് ഒരു മാക്സിമം വാല്യൂ ഉണ്ടെങ്കിൽ അതിനെ E0 എന്ന് പറയും. അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞു, അതായത് ഈ I is equal to E by R ആണ്. അപ്പം ഇത് നോർമൽ EMF ഡിവൈഡഡ് ബൈ, അതായത് ഒരു ഇൻസ്റ്റന്റേനിയസ് EMF, ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റിലുള്ള EMF ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ കറണ്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ മാക്സിമം EMF ബൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്, മാക്സിമം കറണ്ട് ആണ് കിട്ടുന്നത് അല്ലേ. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, I0 എന്ന് കിട്ടും. I is equal to I0 sin omega t എന്ന് കിട്ടും. അപ്പൊ കറണ്ടിന്റെ ഇക്വേഷൻ കിട്ടി. അതേപോലെ തന്നെ എന്താണ്, EMFന്റെ ഇക്വേഷനും നമുക്കറിയാം. അപ്പൊ ഇവർ തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം മനസ്സിലാക്കിക്കോണം, ഇത് സൈൻ ഒമേഗ ടി ആണ്, ഇതും സൈൻ ഒമേഗ ടി ആണ്. ഇതിന്റെ ആംഗിൾ ഒമേഗ ടി ആണ്, ഇതിന്റെ ആംഗിൾ ഒമേഗ ടി ആണ്. അതിനർത്ഥം EMF 0 ആകുന്നിടത്ത് കറണ്ട് 0 ആകും, EMF മാക്സിമം ആകുന്നിടത്ത് കറണ്ട് മാക്സിമം ആകും, EMF നെഗറ്റീവ് മാക്സിമം ആകുന്നിടത്ത് കറണ്ട് നെഗറ്റീവ് മാക്സിമം ആകും എന്നുള്ളതാണ്. കാരണം അതിന്റെ ഫേസ് ആംഗിൾ സെയിം ആണ്. അതായത് ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റേ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന കേസാണ് പറയുന്നത്. ഇതിപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് തന്നെ ഇങ്ങനെ ആയിട്ട് മാറും. വീണ്ടും ഇവിടെ നിന്ന് ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് വീണ്ടും ഇങ്ങനെ ആയിട്ട് മാറും.
വീണ്ടും 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ വീണ്ടും അത് കേട്ടോ 270 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെയായി മാറും. വീണ്ടും 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ വീണ്ടും എന്തായിട്ട് മാറും, അത് പഴയ രീതിയിൽ ഇനിഷ്യൽ പൊസിഷനിൽ വരും. അപ്പം ഈ റൊട്ടേറ്റിംഗ് ആംഗിളിനെയാണ് നമ്മൾ ഈ ഒമേഗ ടി വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും വരെ കിട്ടി, ഐയും ഇയും കിട്ടി. ഇനിയും നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുമ്പോൾ രണ്ടിന്റെയും ഫേസ് ആംഗിൾ സെയിം ആണ്. എന്താണ് ഇനി വേറൊരു കാര്യം കൂടെ പറയാം. ഈ രണ്ടും ഇൻസ്റ്റന്റേനിയസ് ഇ എം എഫ് എന്നും ഇൻസ്റ്റന്റേനിയസ് കറണ്ട് എന്നും പറയുന്നത്. അപ്പം ഇത് ഇത്ര എഴുതി കഴിഞ്ഞെങ്കിൽ നിങ്ങൾ അടുത്ത എഴുതേണ്ടത് ഒരു ഡോട്ട് ഇട്ട് എഴുതേണ്ടത് ഐ ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി ആൻഡ് E is equal to E0 sin omega t are instantaneous current and EMF, instantaneous current and EMF respectively. അതായത് I is equal to I0 sin omega t എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ആണ്. E is equal to E0 sin omega t എന്ന് പറയുമ്പോൾ ഇൻസ്റ്റന്റേനിയസ് EMF ആണ്. അതെന്താണ് ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ഇൻസ്റ്റന്റേനിയസ് EMF? ഞാൻ പറഞ്ഞു ഒരു ഗ്രാഫ് EMFന്റെ ഒരു ഗ്രാഫ് വരച്ചാലും കറണ്ടിന്റെ ഒരു ഗ്രാഫ് വരച്ചാലും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇൻഡ്യൂസ്ഡ് EMFന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിന്റെ നമുക്കറിയാം ഇത് 0 ഡിഗ്രിയിലുള്ളതും ഇത് 90 ഡിഗ്രിയിലുള്ളതും ഇത് 180 ഡിഗ്രിയുള്ളതും ഇത് 270 ഡിഗ്രിയിലുള്ളതും ഇത് 360 ഡിഗ്രിയിലുമുള്ള EMFന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. 0 ഡിഗ്രിയിൽ ഇത് 90 ഡിഗ്രി വരുമ്പോൾ EMFന്റെ വാല്യൂ ഇത് വരും, 180 ഡിഗ്രി വരുമ്പോഴത്തേക്കും ഇത് വരും, 270 വരുമ്പോൾ ഇത് വരും, 360 വരുമ്പോൾ ഇത് വരും. ഓക്കെ, അപ്പം ഇതിങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് EMFന്റെ വാല്യൂ കൂടും, 0 ആവും, നെഗറ്റീവ് മാക്സിമം ആവും, വീണ്ടും 0 ആവും, കൂടും, അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പം ഈ ഇൻസ്റ്റന്റേനിയസ് ഈ ഐ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റന്റിലുള്ള കറണ്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒമേഗ ടി അതായത് ഇങ്ങനെയാണ് അർമേച്ചർ കോയിൽ ആദ്യം ഇനിഷ്യലി ഇരിക്കുന്നത്. ഇവിടുന്ന് ഒരു 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തെന്ന് വിചാരിച്ചു. 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു റൊട്ടേഷൻ, അതായത് ഇവിടെ ഉണ്ട് ഇപ്പൊ ഇങ്ങനെ ആയെന്ന് വിചാരിച്ചാൽ മതി. കണ്ടോ, ഇങ്ങനെ ആയെന്ന് വിചാരിച്ചു. ഇങ്ങനെ ആയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾ എന്താ I is equal to I0 sin 30 എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത സമയത്തുണ്ടാകുന്ന ഈ കറണ്ട് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ശരിയല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് I എന്ന് പറയുന്നത്. അതേപോലെ തന്നെ E എന്ന് പറയുമ്പോൾ എന്താ, ആ 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത സമയത്തെ അവിടുത്തെ EMFനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, E എന്ന് പറയുന്നത്. അപ്പൊ അത് ആ ഇൻസ്റ്റന്റിലുള്ള EMF ആണ്. അതുകൊണ്ടാണ് അതിനെ ഇൻസ്റ്റന്റേനിയസ് EMF എന്ന് പറയാം. ഓക്കെ, നമുക്ക് ഇൻസ്റ്റന്റേനിയസ് EMF ഇൻസ്റ്റന്റേനിയസ് ഇതൊന്നും അല്ല, നമുക്ക് ടോട്ടലാണ് കണ്ടുപിടിക്കുന്നത്. ഒരു ടോട്ടൽ സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും 1 കംപ്ലീറ്റ് ടൈം പീരീഡിലുള്ള സൈക്കിൾ, അതായത് 1 കംപ്ലീറ്റ് ടൈം ടേക്കൺ ഫോർ 1 കംപ്ലീറ്റ് ഓസിലേഷൻ ആണ് ടൈം പീരീഡ്. അപ്പം ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ആണ്. അപ്പം എങ്ങനെ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അർമേച്ചർ കോയിൽ ഇങ്ങനെ ഇരിക്കുന്നു, അത് അർമേച്ചർ കോയിൽ ഇങ്ങനെ ആവുന്നു, വീണ്ടും 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നു, വീണ്ടും 270 ആകുമ്പോൾ ഇങ്ങനെ ആവുന്നു, 360 ആകുമ്പോൾ ഇങ്ങനെ ആവുന്നു. ബാക്കി ഞാൻ വരച്ചിട്ടില്ല കേട്ടോ, ഇങ്ങനെയുണ്ട് അർമേച്ചർ കോയിൽ, ഇങ്ങനെയുണ്ട്. ഓക്കെ, ഇങ്ങനെയുണ്ട്. അപ്പം ഈ സമയത്ത് അപ്പം കംപ്ലീറ്റ് റൊട്ടേഷൻ, അപ്പൊ അറ്റ്ലീസ്റ്റ് 1 കംപ്ലീറ്റ് റൊട്ടേഷൻ എങ്കിലും വേണം. ഇത് 1 കംപ്ലീറ്റ് റൊട്ടേഷൻ ഒന്നും അല്ലല്ലോ, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമല്ലേ മക്കളെ. അതായത് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഡാൻസ് പ്രോഗ്രാം, നിങ്ങളുടെ മർത്തോമ സ്കൂളിലെ ആനിവേഴ്സറി 2 മണിക്ക് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മർത്തോമ സ്കൂളിലെ ആനിവേഴ്സറി രാത്രി ഒരു 9 മണി വരെ കാണുമായിരിക്കും. അതുവരെ ആ വെളിയിലിട്ടിരിക്കുന്ന വണ്ടിക്കകത്ത് അതിന്റെ അർമേച്ചർ കോയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ കറണ്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ കറണ്ട് വെച്ചിട്ടാണ് നിങ്ങളുടെ അവിടെ ഡാൻസും പാട്ടും കൂത്തും എല്ലാം നടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അറ്റ്ലീസ്റ്റ് നമുക്ക് 1 സൈക്കിളിന്റെ, അതായത് ഒരു തവണ ഇങ്ങനെ കറങ്ങി തിരിച്ചിങ്ങനെ വരാൻ എടുക്കുന്ന ആ ഒരു സൈക്കിളാണ് 1 കംപ്ലീറ്റ് സൈക്കിൾ. അതിന്റെ ടൈം. അപ്പൊ ഒരു ടൈം പീരീഡിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ആവറേജാണ് കണ്ടുപിടിക്കുന്നത്. ആവറേജ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതിന്റെ എല്ലാം, അതായത് മൊത്തം നമുക്കറിയാലോ, നമ്മൾ വൈകിട്ട് 3 മണിക്ക് ഒരു പരിപാടി തുടങ്ങുകയാണെങ്കിൽ, ജനറേറ്റർ ഓൺ ആക്കുകയാണെങ്കിൽ രാത്രി 9 മണി വരെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി ആ അർമേച്ചർ കോയിൽ എത്ര തവണ ടേൺ ചെയ്ത് കാണണം. അപ്പം നമുക്ക് ഒരിക്കലും ഓരോ തവണ ടേൺ ചെയ്ത് എത്ര തവണ എത്ര പവർ ഉണ്ടായി ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അതിന്റെ ആവറേജ് ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും പറഞ്ഞുതരാം.
അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഐയും ഈ ഇയും വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത് അവിടുത്തെ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള കറണ്ടും പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള EMF ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് എഴുതിയിട്ട് ഇനി ഒരു കാര്യം കൂടെ എഴുതാം. ഹിയർ ബോത്ത് കറണ്ട് and EMF are in same phase. സെയിം ഫേസിലായിരിക്കും. ബ്രാക്കറ്റിൽ ഫേസ് ആംഗിൾ എന്ന് വേണമെങ്കിൽ എഴുതാം. ഫേസ് ആംഗിൾ ഓക്കെ. അപ്പൊ നമുക്ക് ഐയും ഇയും കിട്ടി. ഇനി അവർ തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഒരു ടേബിൾ വരയ്ക്കുന്നു. ശ്രദ്ധിച്ചോണേ, ഇത് ശ്രദ്ധിച്ചു വരച്ചോണം. നമ്മളൊരു ടേബിൾ വരയ്ക്കുന്നു. ആ ടേബിളിനെ നമ്മൾ രണ്ട് പാർട്ട് ആക്കിയിട്ട് ഐയും ഇയും കണ്ടുപിടിക്കാൻ പോവാണ്. ഓരോ ഒമേഗ ടി ഓരോ തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, അതായത് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഐ എന്താ, ഇ എന്താ, 0 ഡിഗ്രിയിൽ ഇരിക്കുമ്പോൾ ഐ എന്താ, വി എന്താ, 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഐ എന്താ, വി എന്താ, 270 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഐ എന്താ, വി എന്താ, 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഐ എന്താ, വി എന്താ, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അത് കണ്ടുപിടിച്ച് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പോകും. അപ്പം ഈ കോളത്തിൽ ഇ ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി ആണ്. ഇത് ഇവിടെ ഐ ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി ആണ്. ഓക്കെ ആണല്ലോ? എന്നിട്ട് ഞാൻ ഇവിടെ ഒമേഗ ടി ആദ്യം 0 കൊടുക്കുന്നു, പിന്നെ 90 കൊടുക്കുന്നു, പിന്നെ 180 കൊടുക്കുന്നു, പിന്നെ 270 കൊടുക്കുന്നു, പിന്നെ 360 കൊടുക്കുന്നു. ശ്രദ്ധിക്കണേ, നമുക്കറിയാം EMF E ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി ആണ്. കറണ്ട് I ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി ആണ്. ഇപ്പൊ ഞാൻ ഈ സൈഡിൽ എഴുതുന്നത്, നിങ്ങളുടെ ടെക്സ്റ്റ് സൈഡ്, നിങ്ങളുടെ ബുക്കിൽ സൈഡിൽ എഴുതി ഇടുക. പരീക്ഷയ്ക്ക് അത് ഉപയോഗിക്കേണ്ട. കാരണം നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ലേ മാത്രം അതൊന്ന് എഴുതി നോക്കിയാൽ മതി. സാധാരണ എല്ലാവരും ഇത് കാണാൻ പഠിച്ച എഴുതുന്നത്. ശരി, അങ്ങനെ കാണാൻ പഠിക്കണ്ട. കാരണം ലോജിക്കലി ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നോക്കിയോ, ഞാൻ ഒമേഗ ടി ആദ്യം കൊടുക്കുന്നത് എന്താ, ഒമേഗ ടി 0 ആണ് കൊടുക്കുന്നത്. ഇവിടെയും ഒമേഗ ടി 0 ആണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താവും നോക്കി, EMF എന്താവും നോക്കി, E ഈസ് ഈക്വൽ ടു E0 സൈൻ 0 എന്ന് വരും. സൈൻ 0 0 അല്ലേ? അപ്പൊ EMF എന്തായിട്ട് മാറും, 0. ഇവിടെയും I ഈസ് ഈക്വൽ ടു I0 ഇൻറ്റു സൈൻ, അല്ല ഇത് ഒമേഗ ടി 0 ആണ്, സൈൻ 0 എന്ന് വരും. അപ്പൊ നോക്കി I എന്തായിട്ട് മാറും, 0. നോക്കി, അപ്പൊ ഒമേഗ ടി, അതായത് ഇനിഷ്യൽ പൊസിഷനിൽ, അതായത് നിങ്ങളുടെ അർമേച്ചർ കോയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താണ്, അവിടുത്തെ EMF 0 ആണ്. അതുകൊണ്ട് കറണ്ടും 0 ആണ്. ഓക്കെ, EMF 0 ആണ്, കറണ്ടും 0 ആണ്. EMF 0 ആണ്, കറണ്ടും 0 ആണ്. ഓക്കെ, അടുത്തത് ഒമേഗ ടി ഞാൻ എന്ത് കൊടുക്കാൻ പോവാ, ഒമേഗ ടി 90 ഡിഗ്രി കൊടുക്കാൻ പോവാണ്. അപ്പൊ ഈ നോക്കിയേ, E ഈസ് ഈക്വൽ ടു E0 സൈൻ 90. സൈൻ 90 1 ആണെന്നറിയാം. അപ്പൊ E ഈസ് ഈക്വൽ ടു എന്താ, E0 ഇൻറ്റു 1 എന്ന് വരുന്നു. അത് E0 ആണ്. ഇവിടെയും I ഈസ് ഈക്വൽ ടു I0 സൈൻ 90 എന്ന് കൊടുക്കുന്നു. സൈൻ 90 1 ആണ്. അപ്പം I ഈസ് ഈക്വൽ ടു I0 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ I0. അപ്പൊ നമുക്ക് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു, കണ്ടോ, ഇവിടെ ഒന്നൊരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അർമേച്ചർ കോയിൽ കണ്ടോ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പം 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത സമയത്ത് അവിടുത്തെ EMF E0 ആയിട്ട് കൂടി, അതേപോലെ കറണ്ട് I0 ആയിട്ട് കൂടി. ഓക്കെ, ഇനി നമ്മൾ ഒമേഗ ടി എന്ന് പറയുന്നത് 180 ഡിഗ്രി കൊടുക്കുകയാണ്. അപ്പം E ഈസ് ഈക്വൽ ടു E0 സൈൻ 180 ആണ്. സൈൻ 180 0 ആണ്. അങ്ങനെയാണെങ്കിൽ E ഈസ് ഈക്വൽ ടു E0 ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും, 0. ഇത് തന്നെയാണ് ഇവിടെ I ഈസ് ഈക്വൽ ടു I0 സൈൻ 180 ആണ്. അപ്പൊ അത് എന്തായിട്ട് മാറും, I ഈസ് ഈക്വൽ ടു എന്താ, 0 ആയിട്ട് തന്നെ മാറും. I ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇവിടെയും 0, ഇവിടെയും 0. അടുത്തത് ഒമേഗ ടി എന്ന് പറയുന്നത് ഞാൻ 270 കൊടുക്കുകയാണ്. അപ്പം E ഈസ് ഈക്വൽ ടു E0 സൈൻ 270 ആണ്. സൈൻ 270 നെഗറ്റീവ് 1 ആണ്. അപ്പം E ഈസ് ഈക്വൽ ടു E0 ഇൻറ്റു നെഗറ്റീവ് 1 എന്ന് വരുന്നു. അപ്പൊ E ഈസ് ഈക്വൽ ടു നെഗറ്റീവ് E0. അപ്പൊ ഇവിടെ നെഗറ്റീവ് E0. ഇത് തന്നെയായിരിക്കും കറണ്ടിന്റെയും. I ഈസ് ഈക്വൽ എന്താ, I0 സൈൻ 270 വരുന്നു. അങ്ങനെയാണെങ്കിൽ I ഈസ് ഈക്വൽ ടു I0 ഇൻറ്റു നെഗറ്റീവ് 1 ആണ്. അപ്പൊ നെഗറ്റീവ് I0 വരുന്നു. അപ്പൊ ഇത് നെഗറ്റീവ് I0. ഇനിയും 360 കൊടുക്കുമ്പോൾ ഒബ്വിയസ്ലി എന്തായിട്ട് മാറും, സൈൻ 360 0 ആണ്. അപ്പം E ഈസ് ഈക്വൽ ടു E0 സൈൻ 360 കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായാലും സൈൻ 360 0 ആയതുകൊണ്ട് E ഈസ് ഈക്വൽ എന്താ, 0 ആയിട്ട് മാറും. I ഈസ് ഈക്വൽ ടു I0 സൈൻ 360 കൊടുത്തു കഴിഞ്ഞാൽ I എന്തായിട്ട് മാറും, സൈൻ 360 0 ആയതുകൊണ്ടാണ് 0. അപ്പൊ ഇവിടെ 0, ഇവിടെ 0. അതായത് നിങ്ങൾ നോക്കണം, 90 ഡിഗ്രി, അതായത് ആദ്യം ഇത് ഇനിഷ്യലി നിങ്ങളുടെ അർമേച്ചർ കോയിൽ ഇങ്ങനെയാണ്, ഇപ്പുറത്ത് നോർത്ത് പോൾ, ഇപ്പുറത്തൊരു സൗത്ത്. ഓക്കെ,
90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിങ്ങനെയാവും. അപ്പം അവിടുത്തെ ഇ എം എഫ് മാക്സിമം ആയി, കറണ്ട് മാക്സിമം ആയി. വീണ്ടും 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യത്തേൽ നിന്ന് 180, അതായത് രണ്ടാമത്തെ ഇപ്പൊ ഇരിക്കുന്നതിൽ നിന്ന് ഒരു 90 ഡിഗ്രി. അപ്പൊ വീണ്ടും എന്തായിട്ട് മാറും? വീണ്ടും അത് ഇങ്ങനെയായിട്ട് മാറും. ആണല്ലോ. അപ്പൊ ഇപ്പം ഇത് 0 ആണ്, ഇത് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത അവസ്ഥ, ഇത് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത അവസ്ഥ. ഓക്കെ, അപ്പൊ വീണ്ടും എന്തായിട്ട് മാറി? 0 ആയി. ഇ എം എഫും 0, കറണ്ടും 0. വീണ്ടും ഇവിടെ നിന്ന് ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഇത് എന്തായിട്ട് മാറും? വീണ്ടും ഇത് ഫ്ലാറ്റ് ആയിട്ട് മാറും. അപ്പൊ ഇത് 270 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. 270 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നെഗറ്റീവ് ഈ 0, അതായത് കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഇതുവരെ കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇവിടെ മുതൽ കറണ്ട്, അതായത് ഈ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന മുതൽ ഇത് തിരിച്ച് ഫ്ലോ ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് അത് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് വരുന്നത്, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം അത് നിങ്ങൾ ഓർത്ത് വെച്ചോണം. അതുകൊണ്ടാണ് ഇതിനെ ബൈ ഡയറക്ഷണൽ കറണ്ട് എന്നൊക്കെ പറയുന്നത്. ഗ്രാഫ് രണ്ട് സൈഡിലോട്ട് പോസിറ്റീവ് നെഗറ്റീവ് ആക്സിസിൽ വരുന്നത്. അതുകൊണ്ടാണ് നെഗറ്റീവ് E0 I0 വരുന്നത്. വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 90 ഡിഗ്രി, ഇപ്പൊ 270 ഇങ്ങനെയാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇപ്പൊ ഇരിക്കുന്ന അവസ്ഥയിൽ ഇങ്ങോട്ടേക്ക് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഈ അവസ്ഥയിലാവും. കണ്ടോ? അപ്പൊ ഇ എം എഫ് 0 വരും. ഇത് ഞാൻ വരച്ച് കാണിച്ചതേ ഉള്ളൂ അർമേച്ചർ കോയിലിന്റെ കൺസെപ്റ്റ് വെച്ചിട്ട്. അപ്പം ഇതാണ്. ഇത് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ട ഈ ഭാഗം നിങ്ങൾ എഴുതണ്ട, ഞാൻ ജസ്റ്റ് ഇത് വെച്ചു. ഇനി ഇത് വെച്ചിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കണം. ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ എക്സ് ആക്സിസ് വൈ ആക്സിസ് വരച്ചു. നമുക്ക് വൈ ആക്സിസ് എക്സ് ആക്സിസ് വരയ്ക്കുന്ന സമയത്ത് പോസിറ്റീവ് എക്സ് ആക്സിസ് മാത്രം മതി. വൈ വരയ്ക്കുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ചേർത്ത് വരയ്ക്കണം. കാരണം ഇവിടെ വൈയില് നമ്മൾ എക്സിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ആ തീറ്റ റൊട്ടേറ്റിംഗ് ആംഗിൾ ആണ്, ഒമേഗ ടിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. വൈയില് നമ്മൾ ഇ എം എഫിനെയും കറണ്ടിനെയും റെപ്രസെന്റ് ചെയ്യും. ഇവിടെ ഇ എം എഫിന്റെയും കറണ്ടിന്റെയും ഫേസ് ആംഗിൾ സെയിം ആയതുകൊണ്ട് തന്നെ രണ്ടും റെപ്രസെന്റ് ചെയ്യും. അതായത് ഇ എം എഫ് മാക്സിമം ആവുന്നത് ഈ പോയിന്റ് ആയിരിക്കും, E0. ഇ എം എഫ് നെഗറ്റീവ് മാക്സിമത്തിൽ വരുന്നത് ഈ പോയിന്റിലായിരിക്കും, അത് നെഗറ്റീവ് E0. നമുക്കറിയാം സെയിം ഫേസ് ആംഗിൾ ആയതുകൊണ്ട് ഇ എം എഫ് മാക്സിമം ആവുന്നത് തന്നെ കറണ്ട് മാക്സിമം ആവും. അപ്പൊ ഇവിടെ I0, ഇവിടെ നെഗറ്റീവ് I0. എന്നിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്യാം. ആദ്യം 0 ഡിഗ്രിയിലാണ്, പിന്നെ 90 ഡിഗ്രി റൊട്ടേഷൻ ആണ്, പിന്നെ 180 ഡിഗ്രി റൊട്ടേഷൻ ആണ്, പിന്നെ 270 ഡിഗ്രി റൊട്ടേഷൻ ആണ്, പിന്നെ 360 ഡിഗ്രി റൊട്ടേഷൻ ആണ്. അപ്പൊ നമുക്കറിയാം ഒമേഗ ടി 0 ആകുമ്പോൾ ഇ എം എഫ് 0 ആണ്. അപ്പം ഇ എം എഫിന്റെ ഗ്രാഫിനെ ഞാൻ റെഡ് വെച്ച് റെപ്രസെന്റ് ചെയ്യാണ്. ഇ എം എഫിന്റെ 0, അതായത് ഒമേഗ ടി റൊട്ടേഷൻ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇ എം എഫ് 0 ആണ്. ഇവിടെ ഒന്ന് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പോഴത്തേക്കും ഇ എം എഫ് കണ്ടോ E0 ആയിട്ട് മാറി. വീണ്ടും 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പോൾ ഇ എം എഫ് 0 ആയി. വീണ്ടും 270 ഡിഗ്രിയിലേക്ക് വരുമ്പോൾ ഇ എം എഫ് നെഗറ്റീവ് E0 ആയി. കണ്ടോ, നെഗറ്റീവ് E0 ആയി. അപ്പൊ തന്നെ ഇവിടെ വീണ്ടും റൊട്ടേറ്റ് ചെയ്തപ്പോൾ 0. അപ്പൊ ഇതിന്റെ ഗ്രാഫ് തന്നെ ഇങ്ങനെ വരും, ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന്. കണ്ടോ? ഇനി നമുക്കറിയാം കറണ്ടിലും സെയിം ഫേസ് ആംഗിൾ ആണ്. ഇതിന്റെ മുകളിൽ കൂടെ തന്നെ കറണ്ടിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ വരത്തുള്ളൂ. പക്ഷെ നിങ്ങൾ അതിന്റെ മുകളിൽ കൂടെ വരയ്ക്കില്ല, അതിന്റെ ചേർത്ത് ഒരു ഡോട്ടഡ് ഇടുക. കണ്ടോ, ഒരു ചേർത്ത് തന്നെ ഒരു ഡോട്ടഡ് ഡയഗ്രാം, ഒത്തിരി ചേർക്കണ്ട, ചേർത്ത് ഒരു ഡോട്ട് ഇടുക. ആ ഡോട്ട് ഇട്ട അതിനർത്ഥം അതിന്റെ മുകളിൽ കൂടെ തന്നെ പോകുന്നു എന്നുള്ളതാണ്. കാരണം നമുക്ക് മുകളിൽ കൂടെ വരച്ചാൽ മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ഇങ്ങനെ ഇതിനോട് ചേർത്ത് ഒരു ഡോട്ട് ഇടുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ചുമന്നത് എന്തിന്റെയാണ്? E E0 സൈൻ ഒമേഗ ടി ആണെന്നും എന്താണ് ബ്ലാക്ക് നമ്മൾ റെപ്രസെന്റ് ചെയ്തത് I ആണ്, I0 സൈൻ ഒമേഗ ടി ആണെന്നും റെപ്രസെന്റ് ചെയ്യാം. ഗ്രാഫ് കഴിഞ്ഞു. ഇനി നമുക്ക് ഫേസർ ഡയഗ്രാം ആണ് വരയ്ക്കാനുള്ളത്. എഴുതിക്കോ, എഴുതി കഴിഞ്ഞിട്ട് പറയാം.
ഓക്കെ, എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് അടുത്തത് ഫേസർ ഡയഗ്രാം ആണ് വരയ്ക്കാനുള്ളത്. ഫേസർ ഡയഗ്രാം എഴുതിക്കോളൂ. ഫേസർ ഡയഗ്രാം. ഫേസർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ മറ്റേ ആക്സിസ് വരയ്ക്കുന്ന പോലെ തന്നെ ഉള്ളൂ. നോക്കിക്കോളൂ, നമ്മൾ രണ്ട് ആക്സിസ് ഇങ്ങനെ വരയ്ക്കുകയാണ്. അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നു. എന്നിട്ട് എപ്പോഴും ഇ എം എഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ഡിഗ്രി എന്നാണ് അല്ലേ. അതായത് 0 ഡിഗ്രിയുടെ ആ ഒരു ലൈൻ നമ്മൾ ഇതായിട്ടാണ് എടുക്കുന്നത്. 90 ഡിഗ്രിയുടെ ലൈൻ നമ്മൾ ഇതായിട്ടാണ് എടുക്കുന്നത്. 180 ഡിഗ്രിയുടെ ലൈൻ ഇതും, 270 ഡിഗ്രിയുടെ ലൈൻ ഇതും, 360യുടെ 0 തന്നെയാണല്ലോ, 360 പഴയ പൊസിഷൻ തന്നെ വരിക. ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതൊന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, അപ്പം ഇത് 0 ഡിഗ്രിയുടെ ലൈൻ ആയതുകൊണ്ട് 0 ഡിഗ്രി മാർക്ക് ഉണ്ട്. ഇത് 0 ഡിഗ്രി റെപ്രസെന്റ് ചെയ്തു. ഇത് 90 ഡിഗ്രി റെപ്രസെന്റ് ചെയ്തു. ഇത് 180 ഡിഗ്രി റെപ്രസെന്റ് ചെയ്തു. ഇത് 270 ഡിഗ്രിയുടെ ഭാഗമാണ്. പിന്നെ ഹോമായിട്ട് ഒരു 360 കൂടെ റെപ്രസെന്റ് ചെയ്യാം. നമ്മുടെ ഇ എം എഫിന്റെ ഇക്വേഷൻ എന്താ? ഇ ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി എന്ന്. അതിനർത്ഥം എന്തുവാ? ഏതോ ഒരു ഒമേഗ ടി, 0യിൽ നിന്ന് ഏതോ ഒരു ഒമേഗ ടി ആംഗിളിൽ ഇ എം എഫ് സ്റ്റാർട്ട് ചെയ്യാന്നാണ്, അല്ലെങ്കിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ആണല്ലോ, ഇതാണല്ലോ 0യുടെ മാർക്ക്. 0യിൽ നിന്നാണല്ലോ നമ്മൾ എപ്പോഴും ഒരു ഒമേഗ ടി അല്ലെങ്കിൽ ആംഗിൾ എടുക്കുന്നത്. അപ്പം ഇത്രയും ആംഗിളിനെ ഞാൻ ഒമേഗ ടി നിന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പം ഇവിടെ നിന്ന് ഇ എം എഫ് ഇങ്ങനെ ഈ ആംഗിളിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത് ഇ ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. നമുക്കറിയാം ഐയും എന്ത് തന്നെയാണ്? ഐ ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി എന്ന് തന്നെയല്ലേ. ഈ ഒമേഗ ടിയിലാണ് തന്നെയാണ് അതും സഞ്ചരിക്കുന്നത്. അപ്പം ഒന്നും ചെയ്യേണ്ട, നമ്മൾ അതിന്റെ മണ്ടയ്ക്കൂടെ തന്നെ ജസ്റ്റ് ഞാൻ വേറെ കളർ വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ, നിങ്ങൾ അതൊന്നും റെപ്രസെന്റ് ചെയ്യേണ്ട, ഒരു ആരോ ഇട്ടിട്ട് ഇത് ഐ ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി ആണെന്ന് കൂടെ എന്ത് ചെയ്യുക, റെപ്രസെന്റ് ചെയ്യുക. ഇതാണ് ഫേസർ ഡയഗ്രാം. ഇവിടെ കറണ്ടും ഇ എം എഫും ഒരേ കൺസെപ്റ്റാണ്. ഇനി അടുത്തൊക്കെ വരുന്ന സമയത്ത് കറണ്ട് ചിലപ്പം ഇ എം എഫിനെക്കാളും കുറവായിരിക്കും, ഇ എം എഫ് ചിലപ്പോൾ കറണ്ടിനെക്കാളും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ തിരിച്ച് ഇ എം എഫ് കൂടുതലും കറണ്ട് കുറവും, അങ്ങനെയൊക്കെ വരാം. അപ്പം അടുത്ത രണ്ട് കേസ് അതാണ്. അപ്പൊ ഇപ്പൊ മാത്രമേ ഉള്ളൂ ഫേസർ ഡയഗ്രാം ഇവിടെ ഇ എം എഫും കറണ്ടും. അപ്പൊ മനസ്സിലാക്കണം, റെസിസ്റ്റീവ് സർക്യൂട്ടിൽ നിങ്ങൾ കൊടുക്കുന്ന ഇ എം എഫിന്റെ അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കില്ല, അതേപോലെ തന്നെ ആയിരിക്കും കറണ്ടും വേരി ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയും നമുക്ക് ഇതിന്റെ പവർ കണ്ടുപിടിക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മൾ ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസിനകത്തൂടെയും എ സി കടത്തി വിടുവാണെങ്കിൽ അവിടെ ആദ്യം നമ്മൾ ആ കടത്തി വിടുമ്പോൾ ഇ എം എഫ് കടത്തി വിടുന്ന എത്ര നമുക്കറിയാം. ആ ഇ എം എഫ് വെച്ചിട്ട് അവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കുന്നു. ഇ എം എഫും കറണ്ടും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കുന്നു. ആ ഇ എം എഫും കറണ്ടും തമ്മിലുള്ള ബന്ധം ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നു. അതിന്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കുന്നു. ഇനി അതിന്റെ പവർ കണ്ടുപിടിക്കുന്നു. അപ്പൊ അടുത്തത് പവർ കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡെറിവേഷൻ കംപ്ലീറ്റ്ലി തീരും. ഓക്കെ, അപ്പൊ പവർ ഇൻ റെസിസ്റ്റീവ് സർക്യൂട്ട് എന്നൂടെ ഹെഡിങ് കൊടുക്കുക. പവർ ഇൻ റെസിസ്റ്റീവ് സർക്യൂട്ട്. പവർ ഇൻ റെസിസ്റ്റീവ് സർക്യൂട്ട് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, പവറിന്റെ ഇക്വേഷൻ അറിയാം. വി ഹാവ് പവർ പി ഈസ് ഈക്വൽ ടു എന്താ? V
പി ഇൻറ്റു ഐ എന്നാണ് പഠിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ വോൾട്ടേജിന്റെ ടേമിലോ അല്ലെ പൊട്ടൻഷ്യലിന്റെ ടേമിലോ അല്ല, സ്പെസിഫിക്കലി ഇത് ഇ എം എഫിന്റെ ടേമിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പവർ പി ഈക്വൽ ടു ഇ ഇൻറ്റു ഐ എന്ന് എഴുതാം. ഹിയർ പവർ പി ഈക്വൽ ടു ഇ ഇൻറ്റു ഐ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പവറിന്റെ ഇക്വേഷൻ അറിയാം, പവർ അല്ല ഇയുടെ ഇക്വേഷൻ അറിയാം. ഇയുടെ ഇക്വേഷൻ ഇ സീറോ സൈൻ ഒമേഗ ടി ആണ്. ഐയുടെ ഇക്വേഷൻ ഐ സീറോ സൈൻ ഒമേഗ ടി ആണ്. അപ്പോൾ നമ്മൾ പവർ ഈക്വൽ ടു ഇ സീറോ ഐ സീറോ സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് നമുക്ക് കിട്ടും. സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് കിട്ടും. ഓക്കെ, പിന്നെയും നമുക്കറിയാം ഈ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന പവർ ഒരു ഇൻസ്റ്റന്റിലുള്ള പവറാണ്. ഏതാ കണ്ടോ, ഒരു ഒമേഗ ടിയിലുള്ള പവറാണ്, ശരിയല്ലേ? അതായത് ഇൻസ്റ്റന്റേനിയസ് ഇ എം എഫും ഇൻസ്റ്റന്റേനിയസ് കറണ്ടിന്റെയും ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ച പവർ ഇൻസ്റ്റന്റേനിയസ് ആയിരിക്കും. അതായത് നിങ്ങൾ ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഏതോ ഒരു ഒമേഗ ടി ചിലപ്പോൾ ഒരു 30 ഡിഗ്രി വരുമ്പോൾ ഇതായിരിക്കും. അപ്പൊ ആ സമയത്തുള്ള 30 ഡിഗ്രി വരുമ്പോൾ ഉള്ള പവറാണ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ട പവർ ടോട്ടൽ പവർ. ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടം തൊട്ട് അറ്റ്ലീസ്റ്റ് ഒരു 1 സൈക്കിളിന്റെ പവർ ഏതും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം പവർ ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഇവിടം തൊട്ട് നമുക്കറിയാം ഈ ഇൻസ്റ്റന്റിലെ പവർ നമുക്കറിയാം. നമ്മൾ ഡി പി ഫിസിക്സിൽ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഡി വെച്ചിട്ട് ഡെറിവേറ്റീവ് എടുത്തും ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തുമാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമുക്കറിയാം. ഇവിടെ അതേപോലെ പി ഇൻസ്റ്റന്റേനിയസിനെ നിങ്ങൾ ഡി പി ആയിട്ട് കൺസിഡർ ചെയ്യാം. ടോട്ടൽ കണ്ടുപിടിക്കാൻ ഇന്റഗ്രൽ ഡി പി ചെയ്യുക, അതായത് ഇന്റഗ്രൽ പി ഇൻസ്റ്റന്റേനിയസ് എന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് എവിടം തൊട്ടാണെന്നറിയോ, എവിടം തൊട്ട് എവിടം വരെയാണെന്നറിയോ പവർ കണ്ടുപിടിക്കേണ്ടത്? ഇവിടം തൊട്ട് ഇവിടം വരെ. അപ്പൊ ലിമിറ്റ് എന്ത് കൊടുക്കണമെന്ന് അറിയാമോ? 1 കംപ്ലീറ്റ് സൈക്കിളിന് എടുക്കുന്ന ടൈം പീരീഡ്, അല്ലെങ്കിൽ 1 കംപ്ലീറ്റ് സൈക്കിൾ കറങ്ങാൻ വേണ്ടി എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു ടൈം പീരീഡിന്റെ പവറെങ്കിലും കണ്ടുപിടിക്കണം. അപ്പം 0 തൊട്ട് ടി വരെ ആയിരിക്കും നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ തന്നെ ഇങ്ങനെയായിരിക്കും. അതായത് നമ്മൾ ആസ് ഇതിന്റെ താഴോട്ട് എഴുതുക, ആസ് E and I taken are instantaneous. Power is also instantaneous power. അപ്പോൾ നമുക്ക് P instantaneous, therefore P instantaneous is equal to E0 I0 sin square omega t എന്ന് എഴുതാം. അപ്പോൾ നമുക്കറിയാം in order to find total power, in order to find total power integrate the above equation within the limit 0 to t. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അറ്റ്ലീസ്റ്റ് 1 സൈക്കിൾ എന്ന് പറയുമ്പോൾ 0 തൊട്ട് ഒരു കംപ്ലീറ്റ് സൈക്കിൾ 1/2. അത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇത് ടി ആണ്, ഇത് എന്താണ്, ഇത് t/4 ആണ്, ഇത് t/2 ആണ്, ഈ പോയിന്റ് 3t/4 ആണ്. അതായത് 0, 4, അര, 3/4, 1 അങ്ങനെ. മനസ്സിലായോ? ടൈം പീരീഡിന്റെ ടൈമിലും ഈ 90 ഡിഗ്രി ഒക്കെ മാറ്റിയിട്ട് ടൈം പീരീഡിന്റെ ടൈമിലും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാം. ഇന്റഗ്രൽ 0 to t p instantaneous is equal to ഇന്റഗ്രൽ 0 to t E0 I0 sin square omega t. ഓക്കെ, അപ്പം നമുക്ക് പി ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡി പി എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെയാണ്. അതായത് പി ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയുന്നത് ഫിസിക്സിൽ മറ്റേ ഡി പി എന്ന് പറയുന്ന പോലെ തന്നെ ഉള്ളൂ. ഓക്കെ, പവർ ആണെന്നുള്ള കാര്യം ഓർത്താൽ മതി. അപ്പം ഡി പിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? പി ആ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്താ പി ടോട്ടൽ ആ കിട്ടുന്നത്, അല്ലേ? പി ടോട്ടൽ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആയിട്ടുള്ള E0 I0 പുറത്തിറക്കി ഇന്റഗ്രൽ 0 to t സൈൻ സ്ക്വയർ ഒമേഗ ടി. പണ്ട് ഈ സൈൻ സ്ക്വയർ ഒമേഗ ടിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് കാണിച്ചിട്ട് വേണമായിരുന്നു ഈ ഡെറിവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. എന്നാൽ ഇപ്പോൾ അത് വേണ്ട. കാരണം നമുക്ക് ഡയറക്റ്റ് 0 to t സൈൻ സ്ക്വയർ ഒമേഗ ടിക്ക് നമുക്കൊരു ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താ, നമ്മൾ ഇതിന്റെ സൈൻ സ്ക്വയർ ഒമേഗ ടിനെ ഇന്റഗ്രേറ്റ് ഒക്കെ ചെയ്തിട്ട് അതിനകത്ത് ലിമിറ്റ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് വെറും t/2 ആയിരിക്കും. അതങ്ങ് ബൈ ഹാർട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നേരത്തെയൊക്കെ ഞങ്ങൾ പഠിച്ചപ്പോഴൊക്കെ ഇതൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത് കാണിക്കണമായിരുന്നു, പക്ഷെ അതിപ്പോ ഇല്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ പി ടോട്ടൽ ഈസ് ഈക്വൽ ടു E0 I0 ഇൻറ്റു T/2 നമുക്ക് എഴുതാം. ഓക്കെ, നമുക്ക് ഇപ്പൊ പവർ കിട്ടിയിരിക്കുന്ന ഏതാ? ഒരു സൈക്കിളിന്റെ പവർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ലേ? എന്നാൽ നിങ്ങളുടെ സ്കൂളില് വൈകിട്ട് 3 മണി തൊട്ട് രാത്രി 9 മണി വരെ AC ജനറേറ്റർ ഓൺ ആക്കി ഇടുക എന്നുണ്ടെങ്കിൽ അവിടെ പി ടോട്ടൽ ഉണ്ടാകുന്നത് നമുക്ക് ടോട്ടൽ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം എത്ര സൈക്കിൾ ഉണ്ടെന്നൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പകരം നമുക്ക് കണ്ടുപിടിക്കാൻ കേട്ടോ, ഇപ്പൊ ഡിജിറ്റലാ, അതായത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അത് വേറെ കാര്യം. എന്നാൽ നമുക്ക് അതിന്റെ ഒരു ആവറേജ് പവർ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. നമ്മൾ പവറിന്റെ ആവറേജേ കണ്ടുപിടിക്കുള്ളൂ. ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ പി ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നറിയോ? പി ടോട്ടൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, അപ്പൊ പി ടോട്ടലിന്റെ വാല്യൂ നമുക്കറിയാം E0 I0 ഇൻറ്റു T/2 ആണെന്നറിയാം. ഹോൾ ഡിവൈഡ് ബൈ നമുക്ക് എന്ത് കിട്ടി? ഈ രണ്ട് ഈ കട്ട് ചെയ്ത് പോകും, റെസിപ്രോക്കലൊക്കെ ഇട്ട് മുകളിൽ പോകുമ്പോൾ അത് കട്ട് ചെയ്ത് പോകും. അപ്പൊ പി ആവറേജ് ഈസിക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? E0 I0 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഞാൻ വീണ്ടും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരാൻ പോവാണ്. പി ആവറേജ് ഈസിക്വൽ ടു E0 I0 ഡിവൈഡ് ബൈ 2നെ ഞാൻ √2 ഇൻറ്റു √2 എന്നാക്കാൻ പോവാം. നമുക്ക് 2നെ √2 ഇൻറ്റു √2 ആക്കാമല്ലോ, കുഴപ്പമില്ല. എന്നിട്ട് ഒരു കാര്യം ആലോചിച്ചോണം, ഈ E0 ബൈ √2നെ നമ്മളൊരു പേര് വിളിക്കും, I0 ബൈ √2നെ നമ്മളൊരു പേര് വിളിക്കും. ഓക്കെ, അപ്പം പി ആവറേജ് ഈസിക്വൽ ടു E0 ബൈ √2നെ ഞാൻ ERMS എന്നും I0 ബൈ √നെ ഞാൻ IRMS എന്നും ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ഫോർ ദ പവർ. അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ ERMS IRMS എന്താന്ന് ചോദിച്ചാൽ EMFന്റെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ് ERMS, കറണ്ടിന്റെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ് IRMS. അപ്പൊ നിങ്ങളുടെ അടുത്ത ചോദ്യം എന്താണ് ഈ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ? ആവറേജ്. അതായത് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ERMSന്റെ വാല്യൂ എന്താ? ERMSനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? E0 ബൈ √2 അല്ലേ? E0 എന്താ? വേണ്ട, ഈ കറണ്ടിന്റെ EMFന്റെ മാക്സിമം വാല്യൂ അല്ലേ? E0 ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? അതിന്റെ പകുതി വാല്യൂ കിട്ടും. അപ്പൊ വേണ്ട ഏകദേശം വേണ്ട ഈ ഭാഗത്തെ വാല്യൂ കിട്ടും എന്നാണ് അർത്ഥം അല്ലെ? പക്ഷെ ആ ഭാഗത്തല്ല. ഇപ്പം 1 ഇപ്പം ഈ √2 എന്ന് പറഞ്ഞാൽ എന്താ? E0 ഡിവൈഡ് ബൈ 1.414 ആണ്. അപ്പൊ ഏകദേശം 2നോട് അടുത്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ E0 ബൈ ERMS എന്ന് പറയുമ്പോൾ നമ്മുടെ E0യുടെ ഓൾമോസ്റ്റ് പകുതിക്ക് അടുത്തുള്ള ഒരു വാല്യൂ ആയിരിക്കും. മീൻ അല്ലെങ്കിൽ ആവറേജ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് EMFന്റെ ഒരു ആവറേജ് അല്ലെങ്കിൽ മീൻ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അത് ഇങ്ങനെ തന്നെ പഠിക്കുക. അതായത് EMF മാക്സിമം EMFന്റെ ഓൾമോസ്റ്റ് പകുതിയോട് ചേർന്നുള്ള ഒരു വാല്യൂ ആണ് ERMS എന്ന് പറയാം. അതായത് ERMS എന്ന് പറയുമ്പോൾ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ, IRMS എന്ന് പറയുമ്പോൾ ഐന്റെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. ഓക്കെ ആണല്ലോ? ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ എല്ലാം ചെറുതാക്കാം, എന്നിട്ട് നിങ്ങൾ എഴുതാനുള്ള എല്ലാം എഴുതിക്കും. അത് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ഇത് എഴുതിയിട്ടേക്കണം. എന്താണ് ERMS എന്ന് പറയുന്നത്? ERMS എന്ന് പറയുന്നത് E0 ബൈ √2 ആണ്. അത് ന്യൂമറിക്കലിനകത്ത് അത് ഇമ്പോർട്ടന്റ് ആണ്. ERMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E0 ബൈ √2 ആണ്.
IRMS എന്ന് പറയുമ്പോൾ I0/√2 ആണെന്ന് ഒന്ന് എഴുതിയിട്ടേക്കാം. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ, RMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ എന്ന് എഴുതി വെച്ചിരിക്കണം. റൂട്ട് മീൻ സ്ക്വയർ. ഓക്കെ, ഇത് ഓക്കെ ആണോ? ഇത് ക്ലിയർ ആണോ? എല്ലാവരും എഴുതിയോ? ആർക്കെങ്കിലും എഴുതാനുണ്ടെങ്കിൽ പറഞ്ഞോ. എല്ലായിടത്തും ഒരു ചെറിയൊരു ടോപ്പിക് കൂടെ പറഞ്ഞിട്ട് അതിൻ്റെ ചെയ്യാം. അടുത്തത് ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാളും കുറച്ചുകൂടി വലിയ ഡെറിവേഷൻ ആണ് നമ്മുടെ AC ത്രൂ ഇൻഡക്ടറും AC ത്രൂ കപ്പാസിറ്ററും. ഈ ഗ്രാഫ് കൂടാതെ അതിനകത്ത് എക്സ്ട്രാ ഒരു ഗ്രാഫും എക്സ്ട്രാ ഒരു റിലേഷനും കൂടെ ഒക്കെ വരുന്നുണ്ട് രണ്ടിനകത്ത്. ഓക്കെ, അതുകൂടെ എഴുതിക്കോളൂ. അതും കൂടെ എഴുതിക്കോളൂ. അത് കംപ്ലീറ്റ് പഠിപ്പിക്കുന്നില്ല, ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് വരെ നിർത്തുകയാണേ. അപ്പം AC ത്രൂ ആൻ ഇൻഡക്ടർ, AC ത്രൂ ആൻ ഇൻഡക്ടർ. അടുത്തത് AC ത്രൂ